Yeah, good morning all. Good morning, ma'am. Good morning, ma'am. Morning, ma'am. Good morning. Okay. എല്ലാരും ഭക്ഷണം കഴിച്ചോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? Yes, ma'am. ആക്റ്റീവ് ആണ്. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ക്യാൻ ആയിരുന്നല്ലേ? ക്യാൻ അല്ലേ? ആണോ? ക്യാനും കുഡും. ക്യാനും കൊണ്ടും നോക്കി. നമുക്കൊരു കാര്യം ചെയ്യാം. ഇത്തവണ നമുക്ക് ടെൻസ് നോക്കാം. ആ ടെൻസ് കുറച്ച് മനസ്സിലാക്കി കഴിഞ്ഞാല് ക്യാനും കുഡും പഠിക്കാൻ എളുപ്പം. ഓക്കെ. എന്താ ക്യാനിന്റെ പാസ്റ്റ് ആണ് കുഡ് എന്നാ പറഞ്ഞത്. അപ്പോ നമ്മൾ ആദ്യം ടെൻസ് പഠിക്കാം. ഓക്കെ, റെഡി? ഓക്കെ, റെഡിയാണോ? Yes, ma'am. യെസ്. എന്താണ് ആർക്കും ഒരു ഉഷാറില്ലാത്തേ? നെറ്റ് കട്ടാവുന്നുണ്ട് മാം, അപ്പൊ ക്ലിയർ ആകുന്നില്ല പറയുന്നു. ഓക്കെ. അപ്പൊ ടെൻസ് എന്താണ്? ഏതൊക്കെയാണ് ടെൻസ്? ഏതൊക്കെയാണ്? പാസ്റ്റ്, പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ഫ്യൂച്ചർ. ഓക്കെ. അതിന് പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. അതിന് നാല് വീതമല്ലേ ആക്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഓരോ ടെൻസിനും 4 ടൈപ്സ് ഓഫ് ആക്ഷൻസ് ഉണ്ട്. പ്രസന്റ്, സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, പ്രസന്റ്, സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലെ? അതിൽ നമുക്ക് ഈ പ്രസന്റ് പെർഫെക്റ്റ്, ഈ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഒന്നും അത്ര ആവശ്യമില്ല. കാരണം നമ്മളങ്ങനെ ഒട്ടും യൂസ് ചെയ്യാലോ, വളരെ റെയർ ആയിട്ട് യൂസ് ചെയ്യാറുള്ളൂ. സോ നമ്മളത് നോക്കുന്നില്ല. ഓക്കെ. പെർഫെക്റ്റ് കണ്ടിന്യൂസ് അത് പാസ്റ്റിലും പ്രസന്റിലും ഫ്യൂച്ചറിലും നമുക്കത് അത്രയും ഇമ്പോർട്ടൻസ് ഇല്ല. ഓക്കെ. ബാക്കിയെല്ലാം നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോ what are tense? Tense in English tell us about time of an action. അതായത് ടൈമിനെ കുറിച്ചാണ് നമ്മൾ ടെൻസ് പറയുന്നത്. എന്താണ് നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി എപ്പോഴാണ് ചെയ്തത്, ഇന്നൊക്കെ ചെയ്ത് കഴിഞ്ഞോ, അല്ലെങ്കിൽ ചെയ്യാൻ പോവുകയാണോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ ടെൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ സെന്റൻസും പറയുന്നത് അല്ലെ? അപ്പോ എന്താ ടെൻസ് ഈസ് ഈക്വൽ ടു ടൈം എന്ന് നമുക്ക് പറയാം. ഓക്കെ. അപ്പൊ ടെൻസ് ഏതൊക്കെയാണ്? പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. പാസ്റ്റ് എന്താ നോക്കൂ. പാസ്റ്റ് വിച്ച് ഈസ് ഓൾറെഡി ഫിനിഷ്ഡ് ആണ് അല്ലെ? ഫിനിഷ് ആയ കാര്യങ്ങളെ കുറിച്ച് പറയാനായിട്ട് നമ്മൾ പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യാറ്. സോ യെസ്റ്റർഡേ, 2 days ago അല്ലെ, ലാസ്റ്റ് മന്ത്, ഇതൊക്കെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ പറയാനാണ് നമ്മൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യാറ്. സോ പ്രസന്റ് ആണെങ്കിലോ, പ്രസന്റ് ഈസ് റൈറ്റ് നൗ അല്ലെ, നമ്മളിപ്പോ എന്താണോ ചെയ്യുന്നത് അതിനെ കുറിച്ച് പറയാനാണ് പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യാം. സോ ഫ്യൂച്ചറോ, ഭാവി, ബിഗിൻ, വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച്, ഫ്യൂച്ചർ ഭാവിയിലെ കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് നമ്മൾ ഫ്യൂച്ചർ യൂസ് ചെയ്യുക. സോ ടുമാറോ, നെക്സ്റ്റ് മന്ത്, നെക്സ്റ്റ് വീക്ക്, നെക്സ്റ്റ് ഇയർ അല്ലെ, അതൊക്കെ ഫ്യൂച്ചറിൽ വരാം. അതിന് ഈ മൂന്നിലും ആക്ഷൻസ് ഉണ്ട് അല്ലെ? എത്ര ടൈപ്പ് ആക്ഷൻസ് നോക്കൂ. ഇപ്പോ സിമ്പിൾ എന്താണ്? ഐ ഡാൻസ്, ഹി റൺസ്, ഷി വാക്സ്. ഇതൊക്കെ സിമ്പിൾ, ജസ്റ്റ് സിമ്പിൾ സെന്റൻസ് ആയിട്ട് നമുക്ക് എന്താ സിമ്പിൾ എന്നൊക്കെ പറയാം. ഓക്കെ. Then continuous means continue ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അല്ലെ? ഇപ്പൊ ഐ ആം ടീച്ചിങ്, അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഓക്കെ. യു ആർ ലേണിംഗ്, അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. സോ അതൊക്കെയാണ് നമുക്ക് കണ്ടിന്യൂസ്ലി പറയാം. പെർഫെക്റ്റ് എന്താണ്? പെർഫെക്റ്റ് മീൻസ് കംപ്ലീറ്റ് ആയ കാര്യങ്ങൾ അല്ലെ? ഐ ഹാവ് ഡൺ മൈ ഹോംവർക്ക് എന്ന് പറയുന്നത് എന്താ? കംപ്ലീറ്റ് ആയി അല്ലെ? സബ്ജക്ട് ആയി കംപ്ലീറ്റ് ആയ കാര്യങ്ങൾ പറയാനാണ് പെർഫെക്റ്റ് യൂസ് ചെയ്യാം. പെർഫെക്റ്റ് കണ്ടിന്യൂസോ, പാസ്റ്റിൽ എന്താ
ഒരു കാര്യം പാസ്റ്റിൽ നടന്നു, അത് പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്നു, പക്ഷെ നമ്മളത് ഈ ടെൻസ് നമ്മൾ യൂസ് ചെയ്യാറില്ല. സോ നമ്മൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പഠിക്കുന്നില്ല. ഓക്കെ, ഇവിടെ എക്സാമ്പിൾ നോക്കിയേ. ഹി ഹാസ് ബീൻ വർക്കിംഗ് ഓൺ ദ പ്രോജക്ട് ഫോർ 6 hours ആൻഡ് ഈസ് ഫൈനലി ഫിനിഷ്ഡ്. എന്താണ് അയാള് ആ പ്രൊജക്ടിന് വേണ്ടി 6 മണിക്കൂർ വർക്ക് ചെയ്തിരുന്നു. കഴിഞ്ഞോ? പാസ്റ്റിൽ പറഞ്ഞാണ് കഴിഞ്ഞു, പക്ഷെ എന്താണ് അതിന് ഈസ് ഫൈനലി ഫിനിഷ്ഡ് അല്ലെ, അതിനൊരു അത് പ്രസന്റിൽ എന്താ ഫിനിഷ് ആയി എന്നാണ് ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ ഈ ടെൻസ് അധികം യൂസ് ചെയ്യാറില്ല. ഓക്കെ, ക്ലിയർ ആണോ? നമ്മൾ ജസ്റ്റ് ഷോർട്ട് ആയിട്ടാണ് പറയുന്നത്. ക്ലിയർ ആയോ ഇത്? ഓക്കെ, അപ്പൊ ടെൻസ് നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നോക്കൂ, സിമ്പിൾ പ്രസന്റ്. ഫസ്റ്റ് നമുക്ക് പ്രസന്റ് ടെൻസ് ആണ് നോക്കുന്നത്. സോ ഫസ്റ്റ് വൺ, ടേക്ക് യുവർ നോട്ട്ബുക്ക് and write down the heading simple present. Simple present. എന്താണ് സിമ്പിൾ പ്രസന്റ്? എങ്ങനെയാണ്? 70% ഓഫ് സ്പോക്കൺ ഇംഗ്ലീഷ് ഈസ് പ്രസന്റ് ടെൻസ്. അല്ല, നമ്മൾ സംസാരിക്കുന്നത് കൂടുതലും പ്രസന്റ് ടെൻസ് യൂസ് ചെയ്താണ്. അതിൽ കുറച്ചുകൂടെ ഒരു മോർ ദാൻ 57% ഒക്കെ എന്താ അത് സിമ്പിൾ പ്രസന്റ് യൂസ് ചെയ്താണ് സംസാരിക്കുന്നത്. ഓക്കെ, എക്സാമ്പിൾ എഴുതൂ. ഐ ഡ്രിങ്ക് ടീ. ഞാൻ ടീ കുടിക്കുന്നു അല്ലെ. ഐ ഡ്രിങ്ക് ടീ. ഐ ഡ്രിങ്ക് ടീ. നെക്സ്റ്റ് എക്സാമ്പിൾ എഴുതാം. വി ഗോ ടു ദി ജിം. വി ഗോ ടു ദി ജിം. ഇതൊക്കെ എന്താണ്? സിമ്പിൾ അല്ലെ, ഒരു സിമ്പിൾ സെന്റൻസ് ആണ്. സോ സിമ്പിൾ ടെൻസ് ആണ് അല്ലെ, അങ്ങനെ പറയാം. അടുത്ത എഴുതാം. അടുത്ത എഴുതണ്ട, അവിടെ ഉണ്ട് ഓൾറെഡി. ഇപ്പൊ സ്ക്രീനിൽ നോക്കൂ, ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കൂ. സ്ട്രക്ചർ നോക്കൂ. എസ് എന്ന് പറഞ്ഞാൽ എന്താ? സബ്ജക്റ്റ് ആണ്. സബ്ജക്ട് പ്ലസ് P1 ഫോം അല്ലെ, വേർബിന്റെ ഫസ്റ്റ് ഫോം, അതായത് ബേസ് ഫോം ഓഫ് വേർബ് അല്ലെ. ഇപ്പൊ I, you, we, they ആണ് സബ്ജക്റ്റ് എങ്കിൽ നമ്മൾ എങ്ങനെയാ യൂസ് ചെയ്യാം? പ്ലൂറൽസ് ആണ് നമ്മള്, പ്ലൂറൽ സബ്ജക്റ്റ് ആണ് വരുന്നെങ്കിൽ വെർബ് എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കോ പ്ലൂറൽ ആയിരിക്കോ? പ്ലൂറൽ തന്നെ. പ്ലൂറൽ ആണ് അല്ലെ. ഷീ, ഹി, ഇറ്റ് ആണെങ്കിലോ? ഹി, ഷീ, ഇറ്റ് എന്നൊക്കെ പറയുന്നത് സിംഗുലർ ആണ്, സിംഗുലർ സബ്ജക്റ്റ് ആണ്. സോ സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോൾ എങ്ങനെയാണ് വെർബ് എങ്ങനെയാ വരാം? വെർബും സിംഗുലർ ആയിരിക്കും. യാ, സിംഗുലർ ആയിട്ട്. ഒരു വെർബ് സിംഗുലർ ആവണമെങ്കിൽ അതിൽ കൂടെ എന്ത് ആഡ് ചെയ്യണം അറിയോ? എസ് ആഡ് ചെയ്യണം. വെർബിന്റെ എസ് ആഡ് ചെയ്യണം. വർക്ക് ആണെങ്കിൽ വർക്ക്സ്, പ്ലേസ് ആണെങ്കിൽ പ്ലേസ്, ഈറ്റ് ആണെങ്കിൽ ഈറ്റ്സ്. ഹി പ്ലേസ് എന്നാ പറയാം. ഹി പ്ലേസ്, ഹി സ്പീക്സ്, ഷീ സ്പീക്സ് എന്നൊക്കെ പറയാം. ഓക്കെ, നെക്സ്റ്റ് വൺ എഴുതാം. എക്സാമ്പിൾ എഴുതില്ല എല്ലാവരും? എഴുതിയിരുന്നോ? എക്സാമ്പിൾ എഴുതിയോ? എഴുതി. ഓക്കെ, റൂൾ നമ്പർ 1 ഹെഡിങ് കൊടുക്കാം. റൂൾ നമ്പർ 1, അതായത് പ്രസന്റ് സിമ്പിൾ ടെൻസ് നമ്മൾ ഒരു റൂൾസ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. അതായത് ഞാൻ ആ രീതിയിൽ എഴുതിയതേ ഉള്ളൂ കേട്ടോ, കാരണം റൂൾസ് അല്ല, അത് അങ്ങനെ റൂൾസ് ആയിട്ടൊന്നും അല്ല ടെൻസിലുള്ളത്. ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി റൂൾസ് ആയിട്ട് പറയുന്നേ ഉള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് പോയിന്റ് ആയിട്ട് എഴുതാം. അതായത് ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ് എന്നൊക്കെ പറയാം. അപ്പൊ ഫസ്റ്റ് റൂൾ ആയിട്ട് എഴുതാം. ഓക്കെ, ഇങ്ങനെയാ പ്രസന്റ് സിമ്പിൾ ടെൻസ് നമ്മൾ എങ്ങനെയാ യൂസ് ചെയ്യാം? യൂസ്ഡ് ഫോർ ജനറൽ സ്റ്റേറ്റ്മെന്റ്, used for present simple tense, used for general statement, universal truth, habits, and fact. F-A-C-T-S, fact.
Present simple tense used for general statement, habits, universal truth, and fact. ഓക്കെ, നമ്മള് എന്തിനൊക്കെയാ യൂസ് ചെയ്യാം? ഒരു ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറയാനും ഒരു യൂണിവേഴ്സൽ ട്രൂത്തും അല്ലെങ്കിൽ ഹാബിറ്റ്സ് ഒക്കെ പറയാൻ നമ്മൾ ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. അതാണ് ഇതിന് ഫസ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ ഫസ്റ്റ് റൂൾ എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണോ? ഫോർ എക്സാമ്പിൾ ഇതാ, ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്ന് പറയുന്നത് എന്താ? സൂര്യൻ കിഴക്കാണ് ഉദിക്കുന്നത്. അത് എന്താണ്? ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ് അല്ലെ? The sun rises in the east. Okay, next one. Water boils at 100 degrees Celsius. 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 ഇതെല്ലാം എന്താണ്? ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ് അല്ലെ? ഇനി ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാ പറയാ? ഇപ്പൊ യു ആർ എ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. Then I am a teacher എന്ന് പറയുന്നത് ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ? ഫസ്റ്റ് റൂൾ ക്ലിയർ ആയോ എല്ലാവർക്കും? Do you have any doubt? Anyone? Yes or no? ഒന്നുകൂടെ പറയോ? എന്താ കൂടെ പറയണ്ടേ? ഡെഫിനിഷൻ ആണോ? ഡെഫിനിഷൻ ആണോ പറയേണ്ടത്? മിസ് സത്യം പറഞ്ഞ ഒന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ല? ഓക്കെ, ഇപ്പൊ ഈ പ്രസന്റ് സിമ്പിൾ ടെൻസ് എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ നമ്മൾ സംസാരിക്കുന്ന എല്ലാനും പ്രസന്റിൽ നടക്കുന്ന കാര്യമാണ് അല്ലെ? ഈ ക്ലാസ് ഇപ്പൊ പ്രസന്റിൽ നടക്കുന്നതാണ്. പ്രസന്റ് എന്താണ്? ഇപ്പോ നടക്കുന്ന കാര്യം പറയാം അല്ലെ? ഇപ്പോ നടക്കുന്ന കാര്യത്തില് സിമ്പിൾ ടെൻസ്, നമ്മൾ സിമ്പിൾ ആണ് പഠിക്കുന്നത്. ഇതെന്താണ്? സിമ്പിൾ ടെൻസ് എവിടേക്ക് യൂസ് ചെയ്യാം എന്നാണ് ഞാനിപ്പോ പറയുന്നത്. അത് ഒന്ന് എന്താണ്? യൂണിവേഴ്സൽ ട്രൂത്ത്, അതായത് പ്രപഞ്ച സത്യങ്ങൾ പറയാനും നമ്മൾ എന്താ ഈ സിമ്പിൾ ടെൻസ് ആണ് യൂസ് ചെയ്യാറ്. അതൊരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. സൂര്യൻ കിഴക്കാണ് ഉദിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. അതായത് വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. 100 ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളം എന്താ ബോയിൽ ചെയ്യുന്നത്. അതും എന്താണ്? ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ് അല്ലെ? അത് നമുക്ക് വലിയ മാറ്റം വരാൻ പറ്റില്ല. അത് യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു സെന്റൻസ് പറയുമ്പോൾ നമ്മൾ എന്താണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്താ പറയുന്നേ. അതേപോലെ ഐ എം എ ടീച്ചർ എന്ന് പറയുന്നത് ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? നമ്മൾ ജനറൽ ആയിട്ട് പറയുന്ന ടീച്ചർ ആണെന്ന്, നിങ്ങൾ സ്റ്റുഡന്റ് ആണെന്ന് ഒരു ജനറൽ ആയിട്ട് പറയുന്ന കാര്യമാണ് അല്ലെ? ഐ എം എ ടീച്ചർ, യു ആർ എ സ്റ്റുഡന്റ് എന്നൊക്കെ പറയുന്ന ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ പറയുന്ന കാര്യങ്ങള് നമ്മൾ ഈ ടെൻസ് ഉപയോഗിച്ചിട്ടാണ് പറയാ. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. ഡൗട്ട് ഉണ്ടോ? എല്ലാവർക്കും ക്ലിയർ ആയോ? മനസ്സിലായില്ലെന്ന് പറഞ്ഞത് ആരാ? ആള് ക്ലിയർ ആയോ? ക്ലിയർ ആയി. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണോണ്ടെങ്കിൽ ചോദിച്ചാൽ എനിക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ഞാനിത് ക്ലാസ് എടുത്ത് പോകും. ഓക്കെ, ചോദിക്കാണ്ടിരിക്കരുത്. ഇനി ചോദിച്ചാൽ ടീച്ചർ എന്ത് വിചാരിക്കും, മാം എന്ത് വിചാരിക്കും എന്ന് വിചാരിക്കണ്ട. ഓക്കെ, ഞാൻ പിന്നെയും പറഞ്ഞുതരാം. നെക്സ്റ്റ് റൂൾ നമ്പർ 2. അടുത്ത റൂൾ ഏതാ? സിമ്പിൾ പ്രസന്റ് ടെൻസ് ഇനി വേറെ എങ്ങനെയാ യൂസ് ചെയ്യാന്നാണ് അടുത്തതിൽ പറയുന്നത്. ഓക്കെ, എഴുതിക്കോളൂ. സിമ്പിൾ പ്രസന്റ് ടെൻസ് ഈസ് യൂസ്ഡ് ഫോർ scheduled event in the future. Simple present tense is used for scheduled events in the future. അതായത് നമ്മൾ ഫ്യൂച്ചറിൽ തീരുമാനിച്ചു വെച്ച കാര്യങ്ങൾ പറയാൻ നമ്മൾ ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഡെഫിനിഷൻ എഴുതിക്കോളൂ. സിമ്പിൾ പ്രസന്റ് ടെൻസ് ഈസ് യൂസ്ഡ് ഫോർ scheduled,
DULED, scheduled events in the future. ഇപ്പൊ എന്താണ് നിങ്ങൾക്ക് അപ്പോ എക്സാമ്പിൾ ഞാൻ പറയാം. The train arrives at 6 p.m. The train arrives at 6 p.m. എന്താണ് ട്രെയിൻ 6 മണിക്കാണ് വരുന്നത്. ആ അപ്പൊ ഇത് വന്നിട്ടുണ്ടോ? ട്രെയിൻ വന്നോ? ഇല്ല, വന്നിട്ടില്ല. ഇല്ല, വന്നിട്ടില്ല. വരാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ അങ്ങനെ പറയുമ്പോഴും നമുക്ക് എന്താ ഈ ടെൻസ് യൂസ് ചെയ്യാം. ഓക്കെ, എല്ലാ കാര്യത്തിലും അല്ല, ചില കാര്യത്തിൽ മാത്രം. ഓൾറെഡി സ്കെഡ്യൂൾ ചെയ്ത, അതായത് ഓൾറെഡി തീരുമാനിച്ചു വെച്ച കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രം നമുക്ക് ഈ ടെൻസ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോ the flight is at 2 a.m. The flight is at 2 a.m. കണ്ടോ, ഇങ്ങനെ പറയുമ്പോഴും എന്താണ് ഫ്ലൈറ്റ് 2 മണിക്കാണ്. ഓക്കെ, 2 മണിക്കാണെന്നാ പറയുന്നത്. ഫ്യൂച്ചറിലെ കാര്യമാണ് പറയുന്നത്. പക്ഷെ എന്താ ഓൾറെഡി അത് ടൈം ഫിക്സ് ചെയ്ത കാര്യമാണ്. ഇനി അത് മാറ്റാനൊന്നും പറ്റുന്നില്ല അല്ലെ, ഓൾറെഡി ഫിക്സ് ചെയ്ത കാര്യമാണ്. സോ അങ്ങനെ ഫിക്സ് ചെയ്ത കാര്യങ്ങളൊക്കെ പറയുമ്പോഴും എന്താ നമുക്ക് ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, നിങ്ങൾക്ക് അടുത്ത എന്താ നിങ്ങൾക്ക് ഇനി അടുത്ത ക്ലാസ് എപ്പോഴാണ്? 1:30 അല്ലെ, 1:30 PM അത് അങ്ങനെ പറയുമ്പോഴും നമുക്ക് ഈ ടെൻസ് യൂസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ? റൂൾ നമ്പർ 2 ക്ലിയർ? Yes, ma'am. Yes. Yeah. Okay. Next, rule number 3. Simple present tense is also used to story writing. Simple present tense is also used in story writing. സ്റ്റോറി റൈറ്റിംഗ്. നമ്മൾ എന്താ ഒരു സ്റ്റോറി, ഒരു കഥ എഴുതണമെങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്തായിരിക്കും എഴുതാം. എന്താണ്, അവൻ അവിടെ പോയി അല്ലെ, ഞാൻ ആ കടയിൽ പോയി, ഞാൻ ആ കടയിൽ നിന്ന് വാങ്ങി എന്നൊക്കെയല്ലേ പറയാ. ഒരു കഥ പോലെ ഒരു കഥ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഈ ടെൻസ് യൂസ് ചെയ്താ പറയാം. ശരിയല്ലേ? നിങ്ങൾക്ക് ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ, നിങ്ങള് നിങ്ങളുടെ ഫ്രണ്ടിനോടോ എന്നോട് ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടെൻസ് യൂസ് ചെയ്തായിരിക്കും പറയാം. ഞാൻ അവനെ അവിടെ പോയി കണ്ടു എന്നല്ല, ഞാൻ അവിടെ പോയി, ഞാനവിടെ അവിടെ നിന്ന് ഒരു സാധനം വാങ്ങി എന്നൊക്കെ പറയില്ലേ, ഒരു കഥ പോലെ പറയാം. എക്സാമ്പിൾ എഴുതിയേ. I walk into the store. ഞാൻ കടയിൽ പോയി അല്ലെ, കടയിലേക്ക് പോയി. I walk into the store. Then he walks up behind me. He walks. പുറകെ അവൻ വന്നു. Okay, he walks up behind me. എന്നെ പുറകെ വന്നു. He walks up behind me. ഇവിടെ ഹീയുടെ കൂടെ വാക്സ് ആണ് വന്നത്. എന്തുകൊണ്ടാണ്? ഐയുടെ കൂടെ വാക്കും ഹീയുടെ കൂടെ വാക്സ് ആണ് വന്നത്. കാരണം പറയൂ. സിംഗുലർ ഹി സിംഗുലർ ആയതുകൊണ്ട് അതിന്റെ വെർബിനെ സിംഗുലർ ആക്കാൻ വേണ്ടി എസ് കൊടുത്താണ്. ഹി എന്ന് പറയുന്നത് സിംഗുലർ ആണ്. സോ വാക്സ് എന്ന് പറയുന്നത് അവിടെ സിംഗുലർ ആയിട്ട് വരാം. ഐ എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. ഐ പ്ലൂറൽ ആണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഐക്ക് കൂടെ എപ്പോഴും അങ്ങനെ വരുള്ളൂ, വാക്കേ വരുള്ളൂ. ഓക്കെ, ക്ലിയർ? ഇപ്പോ യു എന്ന് പറഞ്ഞ പ്ലൂറലാണ്, ബി പ്ലൂറലാണ്, ദേ പ്ലൂറലാണ്. ഇവരുടെ കൂടെയൊക്കെ എന്താ പ്ലൂറൽസേ വരുള്ളൂ. ദേ വാക്ക്, ഷി വാക്ക്, യു വാക്ക് എന്നൊക്കെ പറയുള്ളൂ. ഹി ഷി ഇറ്റ് ആണെങ്കിലാണ് വാക്സ് വരാം. സിംഗുലർ. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ എഴുതൂ. They pull out their guns and fire. They pull out. അവരെ ഗൺ പുറത്തേക്കെടുത്ത് ഫയർ ചെയ്തു. They pull out their guns and fire.
They pull out their guns and fire. They pull out their guns and fire. Okay. അപ്പൊ ഈ 3 സെന്റൻസിന്റെ മീനിങ് ഒന്ന് പറഞ്ഞേ. മാം ഒന്നുകൂടെ പറയാമോ? നെറ്റ് കട്ടാവുന്നുണ്ട്. I walk into the store. First one. Second one. He walks up behind me. He walks up behind me. Then they pull out their guns and fire. They pull out. Pull out their guns and fire. പറയൂ, ഈ 3 സെന്റൻസിന് മീനിങ് പറയൂ. ആരാ പറയാ? പറയൂ, ആരെങ്കിലും പറയൂ. ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുകയാണ് എല്ലാവരും. ആ ആണോ? എന്റെ ആരൊന്നും മിണ്ടാത്തേ? മാം ഐ വാക്ക് ഇൻ ടു ദ സ്റ്റോക്ക്. എന്തായിരുന്നു ലാസ്റ്റത്തെ വേർഡ്? അതൊന്ന് പറയൂ. I walk into the shop. I walk ആണ്. Walk. I walk into the store. I walk into the store. അടുത്തത് he walks up behind me. He walks up behind me. The third one, they pull out their guns and fire. They pull out their guns and fire. ക്ലാസ്സിൽ നിങ്ങൾ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ലാസ് കംപ്ലീറ്റ് ആവും. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യാതിരുന്നാൽ നമ്മുടെ ക്ലാസ് ഒരിക്കലും മുന്നോട്ട് പോകില്ല, സ്ലോ ആയിരിക്കും. ഓക്കെ, ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞു പോലെ ക്ലാസ് വേഗം തീർക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാവണ്ടേ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നറിയാനാണ് നിങ്ങളോട് പറയാൻ പറയുന്നേ. അപ്പൊ ആരും വിളില്ല. മിസ് ഇത് ക്യാനിന്റെയും ഫുഡിന്റെ എല്ലാം ഇത് പറയുന്നേ മിസ് ഇപ്പൊ ടെൻസ് ഇല്ലില്ല, ക്യാൻ ഫുഡ് അത് കഴിഞ്ഞു. ഓക്കെ, അതും ഇതുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. ഇതിപ്പോ ടെൻസ്, ഫസ്റ്റ് നമുക്ക് ടെൻസ് പഠിക്കാം, എന്നിട്ട് ഇനി മൊഡൽ വേർബ്സിലേക്ക് പോവാം. കാരണം ഇപ്പൊ ക്യാൻ നമ്മൾ ക്യാൻ പഠിച്ചതാണ്. ക്യാൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു മൊഡൽ വേർബ് ആണ്. സോ അത് ഒരു വേർബ് ആണ്. പക്ഷെ കുഡ് വരുമ്പോ എന്താണ്? അത് പാസ്റ്റ് ആണ്, അല്ലേ? അതെ. അപ്പൊ നിങ്ങൾക്ക് പാസ്റ്റും പ്രസന്റ് ഫ്യൂച്ചർ എന്താണെന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് അത് പഠിക്കാൻ കുറച്ചുകൂടി സിമ്പിൾ ആയിരിക്കുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു ടെൻസ് ആദ്യം പഠിപ്പിക്കാം, എന്നിട്ട് മൊഡൽ വേർബിലേക്ക് പോവാന്ന് വിചാരിച്ച. ഓക്കെ 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 മാം. ഓക്കെ, അപ്പൊ ഞാൻ ഈ ചോദിച്ചതിന് റിപ്ലൈ തരുമോ? ഞാൻ പറയാം. ഐ വാക്ക് ഇൻ ടു ദ സ്റ്റോർ പറഞ്ഞാൽ ഞാൻ ഷോപ്പിലേക്ക് ഉള്ളിലേക്ക് കയറി, എന്റെ പിന്നാലെ അവനും വന്നു, അവർ ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്തു. ഒരു സ്റ്റോറി പോലെയില്ലേ, അല്ലെ? നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്കത് കാണാൻ പറ്റുന്നു, ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അപ്പൊ സ്റ്റോറീസ് എല്ലാം എന്താണ്? ഈ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് യൂസ് ചെയ്യാറ്. സ്റ്റോറീസ്, ന്യൂസ്, അല്ലെങ്കിൽ നിങ്ങൾ ന്യൂസ് വായിക്കുമ്പോഴൊക്കെ അങ്ങനെയല്ലേ? ഇതിലാണ് ഈ ടെൻസ് ആണ് യൂസ് ചെയ്യാറ്. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് വൺ എഴുതാം. റൂൾ നമ്പർ 4. റൂൾ നമ്പർ 4 മീൻസ് ഒരു നെഗറ്റീവ് സെന്റൻസ്, അല്ലെ? ഇപ്പൊ ഏതായാലും ഒരു നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാവും. അതിപ്പോ പാസ്റ്റ് ആയാലും ഫ്യൂച്ചർ ആയാലും പ്രസന്റ് ആയാലും ഒക്കെ നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാവും. നെഗറ്റീവ് സെന്റൻസ് മീൻസ് നോട്ട് യൂസ് ചെയ്ത്, അല്ലെ? എനിക്കത് പറ്റില്ല, എനിക്കത് ചെയ്യാൻ പറ്റില്ല, ഞാൻ അവിടെ പോകില്ല, ഞാനത് വാങ്ങില്ല, അതൊക്കെ നെഗറ്റീവ് സെന്റൻസ് ആണ്, അല്ലെ? ഞാനത് വാങ്ങി, ഞാനവിടെ പോയി എന്നൊക്കെ പറഞ്ഞത് എന്താ? പോസിറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ പോസിറ്റീവ്സ് നമുക്ക് കുറച്ച് നോക്കി. ഇനിയിപ്പോ നെഗറ്റീവ് നോക്കാം. റൂൾ നമ്പർ 4 നെഗറ്റീവ് സെന്റൻസ് ആണ്. ഓക്കെ, പറയൂ നെഗറ്റീവ് സെന്റൻസ്. നിങ്ങൾ എന്നെ എക്സാമ്പിൾ പറയൂ. ഞാൻ മലയാളം പറയാം, നിങ്ങൾ ഇംഗ്ലീഷ് പറയും. ഓക്കെ, എനിക്ക് എരിവുള്ള ഫുഡ് ഇഷ്ടമല്ല.
മിസ്സസ് സെന്റൻസ് ഒന്നുകൂടെ ഒന്ന് പറയോ? എനിക്ക് എരിവുള്ള സ്പൈസി ഫുഡ് ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് സ്പൈസി ഫുഡ്. എഴുതിക്കോടെ, എക്സാം എഴുതിക്കോടെ. I don't like spicy food. ഞങ്ങൾക്ക് സാറ്റർഡേ ക്ലാസ് ഇല്ല. ഞങ്ങൾക്ക് സാറ്റർഡേ ക്ലാസ് ഇല്ല. We don't have class Saturday. We don't have Class on Saturday. We don't have class on Saturday. വേറെ ആരെങ്കിലും? വേറെ ആർക്കും ഒന്നും പറയാനില്ല. നിങ്ങളോട് എല്ലാവരും കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. പറയൂ. വേറെ ആരെങ്കിലും പറയുന്നുണ്ടോ? ഹരിത, ഹരിത കേൾക്കുന്നുണ്ടോ? ഹരിത, രമ്യ, Yes, ma'am. പറയൂ. We are not a class on Saturday, പറയോ? ഞങ്ങൾക്ക് ശനിയാഴ്ച ക്ലാസ് ഇല്ല. We are not a classes at Saturday. We are Not a classes. not class Saturday. Okay. Gada, we don't have a class on Saturday. വേറെ ആരെങ്കിലും പറയൂ. പറഞ്ഞാൽ തെറ്റിപ്പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് പറയാതിരിക്കല്ലേ. പറയൂ. പറഞ്ഞാൽ എനിക്ക് തിരിച്ചു തരാൻ പറ്റുള്ളൂ. ഗോപിക, We don't have class on Saturday. we don't have class on Saturday. Then On Saturday. on Saturday. Okay. Then വേറെ ആരെങ്കിലും പറയൂ. 38 സ്റ്റുഡൻസ് ഉണ്ട് ക്ലാസ്സില്. ഓക്കെ. ആൻസർ പറഞ്ഞത് 4 പേരോ 3 പേരോ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ആരും ഒന്നും ഇടുന്നില്ല. എന്താണ്? ഇംഗ്ലീഷ് പഠിക്കാൻ വന്നതല്ലേ? പഠിക്കണ്ടേ? സംസാരിക്കാൻ പഠിക്കണ്ടേ? അതുകൊണ്ടല്ലേ ചോദിക്കുന്നേ. സംസാരിക്കൂ, പറയൂ എന്നൊക്കെ പറഞ്ഞാൽ അതിനു വേണ്ടിയാ. നിങ്ങള് പറഞ്ഞാലേ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് വരുള്ളൂ, ആ ഒരു പേടി പോകുള്ളൂ. തെറ്റിപ്പോകോ എന്ന് വിചാരിച്ച് പറയാതിരിക്കല്ലേ. എന്തായാലും തെറ്റും. പറഞ്ഞവ ആരും കറക്റ്റ് ആയിട്ടല്ല പറഞ്ഞേ. ഓക്കെ. എന്നാൽ അവര് പറയുന്നില്ലേ? പേടിച്ചിരുന്ന പറയാൻ പറ്റുമോ? ഇല്ല. സോ വേറെ ആരെങ്കിലും പറയുന്നുണ്ടോ? ആൻസർ പറയുന്നുണ്ടോ? We don't class on Saturday. We don't have class on Saturday. Okay. ഇത്രയും പറഞ്ഞിട്ടും ആരും ഒന്നും പറയുന്നില്ല. കൊള്ളാം. ഓക്കെ. എന്താ? We don't have class on Saturday ആണ്. കറക്റ്റ് ആണ് പറഞ്ഞത്. ഓക്കെ. രമ്യ പറഞ്ഞത് we are not അല്ല, we don't ആണ്. ഓക്കെ. We don't have class on Saturday. Then അടുത്തൊരു പറയാം. അവൾക്ക് ഐസ്ക്രീം ഇഷ്ടമല്ല. He don't like ice cream. അവൾക്ക് ഐസ്ക്രീം ഇഷ്ടമല്ല. She don't like He ice does not like ice cream. She don't like. He don't like ice cream. She don't like ice cream. She don't like ice cream. ഇങ്ങനെ പറയണം. Okay. She Ah. don't. She don't She doesn't like ice cream. like. Like. Don't like ice cream. She doesn't like ice cream. She does not like ice cream. She does not like ice cream. Okay. She didn't like ice cream. Okay. Okay. എന്താ?
ഷീ ഡസൻ ലൈക്ക് ഐസ്ക്രീം ആണ്. ഷീ, ഹി, ഇറ്റ് ഒക്കെ വരുമ്പോൾ ഡസ് ആണ് യൂസ് ചെയ്യാം. പ്രസന്റില് ഡസ് ആണ് യൂസ് ചെയ്യാം. ഓക്കെ, എഴുതിക്കോളൂ. ഹി, ഷീ, ഇറ്റ് എഴുതാ, ഹൈഫൺ ഇടാ. മ്യൂട്ട് ചെയ്യൂ, എല്ലാവരും മ്യൂട്ട് ചെയ്യൂ. ഹി, ഷീ, ഇറ്റ് ഹൈഫൺ ഇടാ. സന്ധ്യ ഒന്ന് മ്യൂട്ട് ചെയ്യൂ. ഹി, ഷീ, ഇറ്റ് ഹൈഫൺ ഇടാ. ഡസ് ഓർ ഡസൻറ്റ്, ഡസ് ഓർ ഡസൻറ്റ്. അപ്പൊ ഐ, യു, വി, ദേ ആണെങ്കിലോ ഡു ആവല. ഡു, ഡു നോട്ട്. ഡു. ഡു ഓർ ഡോണ്ട്. ഡു നോട്ടിന്റെ ഷോർട്ട് ആണ് ഡോണ്ട്. ഡസ് നോട്ടിന്റെ ഷോർട്ട് ആണ് ഡസിന്റ്. ഷോർട്ട് ആക്കി പഠിക്കാം. ഓക്കെ, സംസാരിക്കുമ്പോൾ ഏറ്റവും എളുപ്പം ഷോർട്ട് ആക്കലാണ്. അപ്പൊ രണ്ടും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ? എന്തോ? ഡസിന്റും ഡസ് നോട്ടും ആഡ് ചെയ്യാൻ പറ്റുമോ? ഡസിന്റെ ഡസ് നോട്ട് സെയിം ആണ്. ഓക്കെ. ഡസ് നോട്ട് എന്ന് പറയുമ്പോൾ കുറച്ച് ലെങ്തി അല്ലേ? നമുക്ക് ഷോർട്ട് ആയിട്ട് പറയുമ്പോൾ ഡസിന്റ് പറയാം. ഷി ഡസൻ ലൈക്ക് ഐസ്ക്രീം. കണ്ടാ, അങ്ങനെ സംസാരിക്കണം. നമുക്ക് സംസാരിക്കാൻ കുറച്ചുകൂടെ ഫ്ലുവൻസിക്ക് വേണ്ടിയിട്ട് എപ്പോഴും ഷോർട്ട് ആക്കുന്നതാണ് നല്ലത്. ഇപ്പൊ ഹീസ്, ചില ആൾക്കാർ പറയും ഹി ഈസ് എന്ന് പറയും. അങ്ങനെ പറയണമെന്നില്ല, ഈസ് എന്ന് പറയാം. ഒന്നിച്ച് പറയാം, ഹീസ്. കണ്ടോ, അങ്ങനെ പറയാം. ഓക്കെ. അപ്പൊ ഇത് എഴുതിയോ എല്ലാവരും? ഐ, യു, വി, ദേ ആണെങ്കിൽ ഡു ഓർ ഡോണ്ട്. ഹി, ഷീ, ഇറ്റ് ആണെങ്കിൽ ഡസ് ഓർ ഡസിന്റ്. ഓക്കെ, അടുത്ത പറയാം. അയിന്റെ എന്താ? ഐ, യു, വി, ദേ ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ ഡു അല്ലെങ്കിൽ ഡോണ്ട് ആണ് യൂസ് ചെയ്യാം. ഡു ഓർ ഡോണ്ട്. നെഗറ്റീവ് ആണെങ്കിൽ ഡോണ്ട്, പോസിറ്റീവ് ആണെങ്കിൽ ഡു. ഓക്കെ, ഓക്കെ. അപ്പൊ നിങ്ങൾ എക്സാമ്പിൾസ് ഒന്ന് പറഞ്ഞേ കേൾക്കട്ടെ. പ്രസന്റിൽ യൂസ് ചെയ്യുന്ന എക്സാമ്പിൾസ് പറയും. പറയൂ. നെഗറ്റീവിന്റെ എക്സാമ്പിൾസ് പറയും. അവൾക്ക് അവിടെ പോകാൻ ഇഷ്ടമല്ല. അവൾക്ക് അവിടെ പോകാൻ ഇഷ്ടമല്ല. She doesn't like to go there. I don't like to go there. I don't like to go there. She doesn't like to go there. She doesn't like to go there. അവൾക്ക് അവിടെ പോകാൻ ഇഷ്ടമല്ല. ഓക്കെ, she doesn't like to go there ആണ്. Like to go there. എവിടേക്ക്? To go there. അല്ലെ? അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടോ? She doesn't like. അവൾക്ക് ഇഷ്ടമല്ല. എവിടെ പോകാൻ? To go there. അവിടെ പോകാൻ. ഓക്കെ, അപ്പൊ അടുത്തൊരു എക്സാമ്പിൾ ഒക്കെ പറയൂ. ഒരു കാര്യം ചെയ്യും, മലയാളം പറയൂ. നമുക്കത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. മലയാളം പറയൂ. മലയാളം പറയൂ. മലയാളം പോലും പറയില്ലേ? പറയൂ. He doesn't like pasta. Yeah, correct ആണ്. Then മിസ് മലയാളം പറഞ്ഞു, നമ്മൾ ഇംഗ്ലീഷ് ആക്കാം. കൊള്ളാം. വേണ്ട, നിങ്ങൾ വേറെ ആരെങ്കിലും ഒരാൾ മലയാളം പറഞ്ഞിട്ട് വേറെ ആരെങ്കിലും ഇംഗ്ലീഷ് പറയും. എനിക്ക് പഠിക്കണ്ട, നിങ്ങൾക്ക് പഠിക്കേണ്ടത്. ഓക്കെ, ഞാൻ ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കൊള്ളാം, നല്ല തീരുമാനം. എനിക്ക് തോന്നിയത് നിങ്ങളുടെ ഇത് കണ്ടപ്പോ ആർക്കും പഠിക്കാൻ ഉദ്ദേശിച്ചു. മിസ്, ഞാനൊരു സെന്റൻസ് പറഞ്ഞതാ. മനസ്സിലായി. പറയൂ. അപ്പൊ ഇംഗ്ലീഷിൽ പറയൂ.
ഞാൻ ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അല്ലെ? I'm not willing to study today. I am not planning to study today. അത് പ്രസന്റ് ആണോ? നമ്മള് സിമ്പിൾ പ്രസന്റ് ആണോ അത്? അല്ല. I don't like to study today. I don't like to study today. എനിക്ക് ഇന്ന് പഠിക്കാൻ ഇഷ്ടമില്ല. ഓക്കെ, എനിക്ക് അവളെ ഇഷ്ടമല്ല. എന്തോ ഞാൻ കേട്ടില്ല. ഓക്കെ, വേറെ പറയൂ. ഇതേപോലെ നിങ്ങൾ മലയാളം പറയൂ, വേറെ കാര്യങ്ങൾ ഇംഗ്ലീഷ് പറയും. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ വേണ്ടേ? ഗ്രൂപ്പ് ഡിസ്കഷൻ നമുക്ക് നോക്കിയാലോ? പറയൂ, നിങ്ങൾ ക്ലാസ്സിൽ ആക്റ്റീവ് ആയിരിക്കൂ. ഞാൻ പറയാം ആക്റ്റീവ് എനിക്ക് അവളെ ആയിട്ട് ഇഷ്ടമല്ല എന്നല്ലേ മലയാളത്തിൽ ഒരു സെന്റൻസ് ഇപ്പൊ പറഞ്ഞത്? എനിക്ക് അവളെ ഇഷ്ടമല്ല എന്നല്ലേ പറഞ്ഞത് ഇപ്പോ? അതെ. ഐ ഡോണ്ട് അതെ. ലൈക്ക് ഹർ. നിനക്ക് ഇംഗ്ലീഷ് ക്ലാസ്സിൽ എല്ലാവരും ഓൺ മ്യൂട്ട് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. കാരണം ഇത് ഇന്ററാക്ഷൻ ആണ്, ഇന്ററാക്ട് ചെയ്യേണ്ട ക്ലാസ് ആണ്. മനസ്സിലായോ? ഞാൻ ഇവിടെ ക്ലാസ്സിൽ പറയുമ്പോൾ മാത്രം നിങ്ങൾക്ക് മ്യൂട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പറയാണെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയൂ. വേറെ ക്ലാസ് പോലെ ഫുൾ ടൈം മ്യൂട്ട് ചെയ്തിരിക്കണമെന്നില്ല. ഓക്കെ, ഐ ഡസന്റ് ലൈക്ക് ഹേർ. ഓക്കെ, ഇഷ്ടമല്ല. നെക്സ്റ്റ്, ഐ ഡോണ്ട് ലൈക്ക് ഹേർ. I don't like her. I doesn't like her പറയോ? ഇല്ല മിസ്, ഐ ഡോണ്ട് ലൈക്ക് ഹർ പറയാ. I don't like her. Next step. I don't like to play basketball. Yeah. Next. She doesn't like to play cricket. She doesn't like to Play cricket. Play cricket. Yeah. അപ്പോ സിമ്പിൾ പ്രസന്റ് എല്ലാവർക്കും മനസ്സിലായോ? യെസ് മാം. അത്രേ ഉള്ളൂ. ഇനി റൂൾസ് പറഞ്ഞത് എന്തോ മനസ്സിലായി. അപ്പൊ സിമ്പിൾ പ്രസന്റ് എന്താണ്? എവിടേക്ക് ഉപയോഗിക്കാം, എങ്ങനെയൊക്കെ ഉപയോഗിക്കാം? പറയൂ, എല്ലാവരും പറയൂ. മനസ്സിലായെന്ന് പറഞ്ഞു, അപ്പൊ പറയൂ. General statement, universal. ജനറൽ സ്റ്റേറ്റ്മെന്റ്, സ്റ്റോറി റൈറ്റിംഗ്, പറയൂ. Habits, ഷെഡ്യൂൾഡ് ഈവൻസ്, fact. നെഗറ്റീവ് സെന്റൻസ്. ക്ലിയർ ആണ്? അപ്പൊ മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലായി. ഓക്കെ, moving on to next. Tense, present continuous. അല്ലെ, പ്രസന്റ് കണ്ടിന്യൂസ് അപ്പൊ എന്തായിരിക്കും? നിങ്ങൾക്ക് നോട്ട് എഴുതണോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു പോയാൽ മതിയോ? ഏതാ നല്ലത്? കംഫർട്ട് ഏതാ? പറയൂ. നിങ്ങളോട് എന്തെങ്കിലും പറയാൻ പറഞ്ഞ ആൻസറിന് വേണ്ടി ഞാൻ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. നോട്ട് വേണം. നോട്ട് വേണം, പറഞ്ഞാൽ പോരെ? എത്രയേ ഉള്ളൂ, പറയൂ. ഞാൻ പറഞ്ഞല്ലോ, എന്നിങ്ങനെ മിസ്സായിട്ട് കണ്ടില്ല, കുഴപ്പമില്ല. ഫ്രണ്ട്ലി ടോക്ക് നടത്താം. ഓക്കെ, നോട്ട് വേണം മിസ്സേ. നോട്ട് വേണം. തരാലോ, എഴുതിക്കോളൂ. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇപ്പൊ ഈ സ്ക്രീനിൽ കാണുന്ന നോട്ടില്ലേ, അത് കുറച്ച് ഷോർട്ട് ആണ്. ഓക്കെ, അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് എഴുതാൻ തരുന്നത്. ഓക്കെ, അപ്പൊ രണ്ടും കൂടെ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാവും നിങ്ങൾക്ക്. അപ്പൊ എഴുതിക്കോളൂ. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. Rule number 1. Present continuous tense is used to talk about. Present continuous tense is to talk about actions.
that are happening at the present. ആക്ഷൻസ് കഴിഞ്ഞിട്ട് എന്താണ്? Actions that are happening at the present moment. That are happening at the present moment. Miss, Present continuous tense used to talk about actions. Present continuous tense used to talk about actions that are happening at the present moment. That are happening at the present moment. Or around the time of speaking. Or around the time of speaking. എന്ത് മിസ്സേ ഒന്നും കൂടി പറയും. Or അഥവാ അത് മാത്രമല്ല or around 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 the time of speaking. The time of Present continuous tense used to talk about actions that are happening at the present moment or around the time of speaking. Around the time of speaking. കഴിഞ്ഞോ? yes, Miss. Yes. Okay. അപ്പൊ എന്താ present continuous tense എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോ right now എന്താണ് നടക്കുന്നത് അതിനെ കുറിച്ച് പറയുന്നത് അല്ലേ? അതൊരു സ്റ്റേറ്റ്മെന്റ് അല്ല, കണ്ടിന്യൂസ് പ്രോസസ് ആണ്. കണ്ടിന്യൂസ് ചെയ്ത് പോകുന്ന കാര്യങ്ങൾ പറയാനായിട്ടാണ് നമ്മൾ ഈ present continuous tense യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയൂ. ഇപ്പൊ നമ്മൾ നിലവിൽ ഇപ്പൊ എന്താ ചെയ്തിരിക്കുന്നത്? റൈറ്റ് നൗ ഇപ്പൊ എന്താ ചെയ്തിരിക്കുന്നത്? ക്ലാസ് കേൾക്കുന്നു. ക്ലാസ് കേൾക്കുന്നു. സ്റ്റഡി. സ്റ്റഡിങ്, ലേണിംഗ് അല്ലെ, ലിസണിങ്, ടീച്ചിങ്, സ്പീക്കിംഗ്, ഇതൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. എക്സാമ്പിൾ എഴുതൂ. യു ആർ ലേണിംഗ് ഇംഗ്ലീഷ് ഗ്രാമർ. യു ആർ ലേണിംഗ് ഇംഗ്ലീഷ് ഗ്രാമർ. You are learning English grammar. Then I'm talking to you. I'm talking to you. അത് വേറൊരു എക്സാമ്പിൾ. ഐ ആം ടോക്കിംഗ് ടു യു. Yeah, I'm talking to you. രണ്ടാമത്തെ എക്സാമ്പിൾ. First example, you are learning English grammar. Okay. രണ്ടാമത്തെ എക്സാം. എന്തോ? രണ്ടാമത്തെ എക്സാമ്പിൾ. You are learning English grammar. First example, you are learning. രണ്ടാമത്തത് I am talking to you. I am talking to you. Saiba, ചോദിച്ചു കഴിയുമ്പോ unmute ചെയ്യണേ. yes. Then you are sitting on a chair. നിങ്ങളിപ്പോ എവിടെയാണ് ഇരിക്കുന്നത്? ചെയറിലാണോ? എവിടെയാണോ? സോഫ. Chair. Chair. You are sitting on a chair. Means, as we speak right now, you are sitting on a chair. Not yesterday, not always, but right now. അല്ലെ? ഇപ്പോൾ ഇരിക്കുന്നത് എവിടെയാണ്? ചെയറിലാണ്. അപ്പൊ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ അത് കണ്ടിന്യൂസ് ആണ്. അത് പക്ഷെ കണ്ടിന്യൂസ് ആണെങ്കിലും എന്താണ്? ഇപ്പൊ ഈ ക്ലാസ് ഞാൻ പറഞ്ഞു ഞാൻ ടീച്ചിങ് ആണെന്ന് പറഞ്ഞു. പക്ഷെ എന്താ ഒരു ടൈം ഉണ്ടല്ലേ? ആ ടൈം കഴിഞ്ഞത് ക്ലാസ് നമ്മൾ എന്താ വൈൻഡപ്പ് ചെയ്യും, അവസാനിക്കും. പക്ഷെ എന്താണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പറയാം. സോ മനസ്സിലായോ? എന്ത് പ്രവൃത്തിയും ചെയ്യുമ്പോൾ കുറച്ച് നേരത്തേക്ക് ചെയ്യുള്ളൂ, പക്ഷെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ടിന്യൂസ് പ്രോസസ് ആണ് അല്ലെ? അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ കണ്ടിന്യൂ ഈ ടെൻസ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയർ അല്ലേ? ഇപ്പൊ അപ്പോ സ്ട്രക്ചർ നോക്കൂ. എങ്ങനെ സ്ട്രക്ചർ വരാം? സബ്ജക്ട് പ്ലസ് ബി. ഇവിടെ സ്ക്രീനിൽ നോക്കൂ. സ്ക്രീനിൽ സ്ട്രക്ചർ കണ്ടോ? സബ്ജക്ട് പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ING കണ്ടോ? ഈ ബി എന്ന് പറയുന്നത് എന്താണ്? ആരെങ്കിലും അറിയോ ബി? ഓക്കെ, സബ്ജക്ട് എന്തായിരിക്കും? സബ്ജക്ട് എന്താണ്? ഇപ്പൊ ഐ ആണ് വരുന്നെങ്കിൽ ഐയുടെ കൂടെ എന്താ വരാ? am. ആം. അപ്പൊ അതാണ് ഈ ബി ഫോം എന്ന് പറയുന്നത്. ഈ ബി ഫോം ഏതൊക്കെയാണ്?
ആം, ഈസ്, ആർ. ഇതൊക്കെയാണ് ബി ഫോം വരാം. ഐ ആണെങ്കിൽ ആം വരും. ഹി ആണെങ്കിൽ ഈസ് അല്ലെങ്കിൽ ഈസ് ഈസ് വരും. യു ആണെങ്കിൽ ആർ വരും. ആറ് വരും. അപ്പൊ മനസ്സിലായില്ലേ? എസ് എന്താണ്, ബി എന്താണെന്ന് മനസ്സിലായില്ലേ? ദെൻ Yes. വേർബ്, നിങ്ങൾ എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്ന ആ പ്രവൃത്തി. ഇപ്പൊ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്താ? ടീച്ച്. ടീച്ച് ആണ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി. അത് കണ്ടിന്യൂസിൽ വരുമ്പോൾ എന്ത് ചേർക്കണം അവിടെ? ടീച്ചിങ് ചേർക്കണം. ടീച്ചിങ്. അപ്പൊ മനസ്സിലായോ? സബ്ജക്ട് പ്ലസ് ബി ഫോം പ്ലസ് വേർബ് പ്ലസ് ING. അതാണ് ഇതിന്റെ സ്ട്രക്ചർ. ഈ പ്രസന്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ അതാണ്. ഒരു സെന്റൻസ് ഉണ്ടാക്കുമ്പോൾ ഈ സ്ട്രക്ചർ ആയിരിക്കണം യൂസ് ചെയ്യാം. Clear മിസ്സേ ആണോ? അത് എഴുതണോ? എന്തോ അത് എഴുതണ്ടേ? സ്ട്രക്ചർ ആ നോട്ടിലുണ്ടാവും. സ്ക്രീനിൽ കാണുന്ന നോട്ടില് സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, എന്തായാലും നോട്ട് നിങ്ങൾക്ക് തരുമല്ലോ, അത് വെച്ച് പഠിച്ചാൽ മതി. എക്സാമ്പിൾ പറയുന്നാല് I am writing the notes. I'm writing the notes. Correct. Next. We are going to school. He's എന്തോ രമ്യ ഞാൻ കേട്ടില്ല. We are going to school. Yeah, we are going to school. I am playing football. I'm playing football. Okay. I am hearing the class. I'm here in class. He is dancing. She's dancing. Yeah. Clear ആണ്. റൂൾ നമ്പർ 1 ക്ലിയർ ആണ് എല്ലാവർക്കും. ഓക്കെ. യെസ്. ഓക്കെ. ഇപ്പൊ ഏത് പ്രോസസ് ആണെങ്കിലും അതെന്താ ഒരു ടൈം ഉണ്ടല്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ ക്ലാസ്സിൽ ഒരു ടൈം ഉണ്ട്. അത് കഴിഞ്ഞാൽ ക്ലാസ് കഴിയും. പക്ഷെ നമ്മൾ പറയുമ്പോൾ എന്താണ്? ടീച്ചിങ്, ലേണിംഗ് അല്ലേ? ക്ലിയർ. ഇപ്പൊ ഒരു എക്സാമ്പിൾ നോക്കൂ. ഷീസ് പ്ലാനിങ് എ വെക്കേഷൻ. നമ്മൾ അങ്ങനെ വേർഡ് പറയാറുണ്ട് അല്ലെ? ഷീസ് പ്ലാനിങ് എ വെക്കേഷൻ എന്ന് പറയാറുണ്ട്. അതിനർത്ഥം എന്താണ്? അതിനർത്ഥം എന്താ? അവള് ഫുൾ ടൈം ഈ പ്ലാനിങ്ങിലാണ് എന്നാണോ? അല്ല. അല്ല, അതൊരു പ്രോസസ്സാണ് അല്ലെ? അവള് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ? ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയാനാണ്. അല്ലാണ്ട് അവള് എല്ലാ ദിവസവും ഓരോ മിനിറ്റും ഇത് തന്നെയാണ് ചിന്തിച്ചിരിക്കുന്നതാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, അതൊരു പ്രോസസ്സാണ് അല്ലെ? ഓക്കെ. This doesn't mean that every single moment she is thinking about the vacation. No, but that she is the middle of process of planning. ഒരു പ്ലാനിങ് ആണ് അവിടെ നടക്കുന്നത്. ഒരു നിശ്ചിത കാലയളവിൽ നടക്കുന്ന കാര്യമാണ് പ്ലാനിങ് ആണ് അല്ലെ? അല്ലാതെ ഫുൾ ടൈം ആലോചിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയല്ല ഉദ്ദേശിക്കുന്ന വേർഡിന്. അങ്ങനെയും നമുക്ക് എന്താണ് ഈ ടെൻസ് യൂസ് ചെയ്ത് പറയാം. മനസ്സിലായി എല്ലാവരും? ക്ലിയർ അല്ലേ? ഇപ്പൊ എന്താണ്? ഐ ആം ലേണിംഗ് ഇംഗ്ലീഷ്, ഐ ആം ലേണിംഗ് സ്പാനിഷോ ഇംഗ്ലീഷോ എന്ന് പറയാം. പക്ഷെ എന്താ, ആ ഒരു കോഴ്സിന് ഒരു ടൈം പീരീഡ് ഉണ്ട് അല്ലേ? അതെന്താ ഒരു പ്രോസസ്സാണ് അല്ലേ? ലേണിംഗ് പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് അല്ലേ? മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? Yes, മനസ്സിലായി? യാ. ഓക്കെ. അപ്പൊ റൂൾ നമ്പർ 2 എഴുതൂ. റൂൾ നമ്പർ 2. Rule number 2. Present continuous tense is used to talk about temporary situation. Temporary situation പറയാനും നമ്മൾ present continuous tense യൂസ് ചെയ്യാറുണ്ട്. Present continuous tense is used to talk about a temporary vacation. Present continuous tense is used to talk about a temporary situation. ഒരു ടെമ്പററി സിറ്റുവേഷൻ പറയാനാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാറുണ്ട്. Talk about കഴിഞ്ഞിട്ട് എന്താ മിസ്സേ? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഈസ് യൂസ്ഡ് ടു ടോക്ക് അബൌട്ട് എ ടെമ്പററി സിറ്റുവേഷൻ. എന്ത്? ടെമ്പററി, താൽക്കാലികമായ സിറ്റുവേഷൻ. ടെമ്പററി. Talk about കഴിഞ്ഞിട്ട് എന്താണ്? Talk about a temporary situation. Temporary. 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 Temporary situation. Clear?
ഒരു 2 എക്സാമ്പിൾ നോക്കി എഴുതിക്കോളൂ. മൈ മദർ ലിവ്സ് ഇൻ ഡൽഹി. മൈ മദർ ലിവ്സ് ഇൻ ഡൽഹി. ലിവ്സ് ആണ്, LIVES, ലിവ്സ്. മൈ മദർ ലിവ്സ് ഇൻ ഡൽഹി. Miss, my mother lives ഇൻ ഡൽഹി. ഏതെങ്കിലും സ്ഥലം എഴുതിക്കോളൂ. ഇൻ ഡൽഹി. ഇൻ ഡൽഹി. അടുത്തൊരു സെന്റൻസ് ചെയ്താ മൈ മോം ഈസ് മൈ മദർ ഈസ് ലിവിംഗ് ഇൻ ഡൽഹി. മൈ മോം ഓർ മൈ മദർ എന്താണ് ഇത്? മൈ മദർ ഈസ് ലിവിംഗ് ഇൻ ഡൽഹി. മൈ മദർ ഈസ് ലിവിംഗ് ഇൻ ഡൽഹി. ഈ സെന്റൻസ് തമ്മിൽ എന്താ വ്യത്യാസം? What is the difference between these two sentences? Can anyone say that? The difference? സെക്കൻഡ് സെന്റൻസ് എന്തേനു? രണ്ടാമത്തെ പറഞ്ഞ My mother is living in Delhi. My mother is living in Delhi. Living ആണ്, LIVING. Living in Delhi ആണ്. ഇത് രണ്ടിലും വ്യത്യാസം എന്താണെന്നറിയോ? ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ഹൗ വി സീ ദ സിറ്റുവേഷൻ. അതായത് ഇപ്പോ ചിലപ്പോ ആരമ്മയാണോ അമ്മ എന്താണ്, ചിലപ്പോ ഡൽഹിയില് സ്ഥിരമായിട്ട് താമസിക്കുന്നതായിരിക്കാം, ചിലപ്പോ ടെമ്പററി ആയിട്ട് താമസിക്കുന്നതായിരിക്കാം. ഇപ്പൊ ടെമ്പററി ആയിട്ടാണ് താമസിക്കുന്നതെങ്കിൽ ഏത് സെന്റൻസ് ആണ് യൂസ് ചെയ്യാ? ഫസ്റ്റ് സെന്റൻസ്. ഫസ്റ്റ് സെന്റൻസ്. സെക്കൻഡ് സെന്റൻസ് ആണ് Leaving. ലിവിംഗ് ആണ്. സെക്കൻഡ് സെന്റൻസ് ആ യൂസ് ചെയ്യാം. ഓക്കെ. ഓക്കെ. Okay, if I think the Delhi is my mother permanent place of residence, so we can say my mother lives in Delhi. Okay. If I think is a temporary arrangements, we can say she's living in Delhi at the moment. At the moment, it might change later. നമുക്കത് ചേഞ്ച് ചെയ്യാം അല്ലെ, എപ്പോഴെങ്കിലും ചേഞ്ച് ചെയ്യാവുന്നതായിരിക്കാം. അപ്പൊ അങ്ങനെ ഒരു ടെമ്പററി ആയ കാര്യങ്ങൾ പറയുമ്പോഴും നമുക്ക് ഈ ടെൻസ് യൂസ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? സ്ഥിരമായിട്ടാണ് അവിടെ താമസിക്കുന്നെങ്കിൽ നമുക്ക് ലീവ്സ് ഉപയോഗിച്ച് പറയാം. ഓക്കെ. അത് താൽക്കാലികമായിട്ടാണ് താമസിക്കുന്നെങ്കിൽ എന്തോ നമുക്ക് ലിവിംഗ് ആയിട്ട് പറയാം. അത് കണ്ടിന്യൂസ് പ്രോസസ് ആണ്, പക്ഷെ എന്താ അത് എപ്പോ വേണമെങ്കിലും മാറാം. മനസ്സിലായോ? അടുത്തൊരു എക്സാമ്പിൾ എഴുതൂ. രാഹുൽ ഈസ് സ്റ്റഡിയിങ് മെഡിസിൻ. രാഹുൽ ഈസ് സ്റ്റഡിയിങ് മെഡിസിൻ. അവരെന്താണ്, മെഡിസിൻ പഠിക്കുകയാണ്. അങ്ങനെയാ പറയുന്നത്, മെഡിസിൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. That means he is doing in as if now. അല്ലെ, this is a temporary situation. He finished the course, then he started working in the hospital perhaps. അല്ലെ, ആ കോഴ്സ് കുറച്ച് കഴിയുമ്പോ കോഴ്സ് കഴിയും, അതിനുശേഷം അവൻ എന്താ ജോലിക്കും കയറും അല്ലേ. ഒരു ടെമ്പററി സിറ്റുവേഷൻ അല്ലേ ഇപ്പൊ അത്. ഇപ്പൊ നിങ്ങളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സ് ടെമ്പററി സിറ്റുവേഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഐ എം സ്റ്റഡിങ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെ. ഒരു ഇത്ര ഡ്യൂറേഷൻ ഉള്ള കോഴ്സ് ആണ് അത്. അത് കോഴ്സ് കഴിയും എന്തായാലും കഴിയുകയും ചെയ്യും, ജോലിക്ക് കയറുകയും ചെയ്യും. ടെമ്പററി സിറ്റുവേഷൻ ആണോ ഇത്? ടെമ്പററി അല്ലേ. ഇപ്പൊ ഞാൻ എടുക്കുന്ന ക്ലാസ് ടെമ്പററി അല്ലേ, സ്ഥിരമാണോ? അല്ല. അത്രയേ ഉള്ളൂ. ടെമ്പററി സിറ്റുവേഷൻ പറയാൻ നമുക്ക് ഈ ടെൻസ് യൂസ് ചെയ്യാം. അത്രയേ ഉള്ളൂ. ക്ലിയർ ആണ്? അടുത്തത് റൂൾ നമ്പർ 3. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ടൈം കഴിഞ്ഞു. റൂൾ നമ്പർ 3 എഴുതൂ. റൂൾ നമ്പർ 3.
This tense is also used to talk about. This tense is also used to talk about. This tense is also used to talk about arrangements in the future. നമ്മൾ ഫ്യൂച്ചറിൽ തീരുമാനിച്ചു വെച്ചിട്ട് കാര്യങ്ങൾ പറയാനും ഈ ടെൻസ് യൂസ് ചെയ്യാം. About the arrangements in the future. The arrangements in the future. The arrangements in the future. ഇപ്പൊ എന്താണ്, നിങ്ങൾക്ക് ഒരു ഡോക്ടറെ കാണാൻ പോകണം, നിങ്ങൾ എന്താ പറയാ? അവൾക്ക് ഇപ്പോ എത്ര മണിക്ക് ഡോക്ടറെ കാണാൻ പോകണം, എന്താ പറയാ? അവൾക്ക് എന്താ പറയാ? പറയൂ, എത്ര നേരം? ഷീ ഈസ് ഗോയിങ് ടു മീറ്റ് എ ഡോക്ടർ. യാ, ഷീ ഈസ് ഗോയിങ് ടു മീറ്റ് എ ഡോക്ടർ എന്ന് പറയാം അല്ലേ? നിങ്ങൾ എന്താണെന്നും ഉണ്ടാകും, ഞാൻ നിങ്ങളോട് ഇത് പറയില്ല. മിസ്സേ ഫ്യൂച്ചർ വരുമ്പോ ഈസ വരാൻ. ഫ്യൂച്ചർ ആണോ ഞാൻ പറയുന്നേ? പ്രസന്റ് അല്ലേ? ഫ്യൂച്ചറിൽ അറേഞ്ച്മെന്റ് ചെയ്ത കാര്യം പ്രസന്റിൽ നമ്മൾ പറയുന്നേ ഉള്ളൂ. നമ്മളിപ്പോ പറയുന്ന ഫ്യൂച്ചറിൽ നടന്ന കാര്യത്തെ കുറിച്ചല്ല, ഫ്യൂച്ചറിലെ തീരുമാനിച്ചു വെച്ച കാര്യത്തെ കുറിച്ച് നമ്മൾ പ്രസന്റിൽ പറയുന്നു. അവൾക്ക് 3 മണിക്ക് ഒരു ഡെന്റിസ്റ്റിനെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞേന്ന്. Going to dentist at 3. അത്രേ ഉള്ളൂ. നിങ്ങൾ ഒരുപാട് ചിന്തിക്കല്ലേ, സിമ്പിൾ അല്ലേ? ഷീസ് ഗോയിങ് ടു ദ ഡെന്റിസ്റ്റ് അറ്റ് 2:30 PM or 3 PM. എന്തെങ്കിലും പറയാം, അത്രേ ഉള്ളൂ. ഞാൻ അടുത്ത ആഴ്ച ദുബായിക്ക് പോകും, പറ. I am going to Dubai at next week. അത്രേ ഉള്ളൂ. ഇതിനാണ് നിങ്ങൾ മിണ്ടാതിരിക്കുന്നേ. I'm going to Dubai next week. I'm flying to Dubai next week. ഇത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ നെഗറ്റീവ് ഒക്കെ നോക്കാം. ക്ലാസ് എടുക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഒന്നില്ലെങ്കിൽ സംസാരിക്കണം ക്ലാസ് എടുക്കുമ്പോ. കേട്ടല്ലോ? കേൾക്കുന്നുണ്ടോ? പറയുന്നത് കേൾക്കുന്നുണ്ടോ? സംസാരിക്കാം.